നമസ്കാരം. ഈയിടെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു പ്രധാന ചർച്ചാ വിഷയമായിരുന്നു വിൻസി അലോഷ്യസിന് ചലച്ചിത്ര രംഗത്ത് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ. സിനിമ എന്ന എല്ലാവരും കൊതിക്കുന്ന പ്ലാറ്റ്ഫോമിലേക്ക് എത്തിപ്പെടാൻ വളരെ ആഗ്രഹിച്ച ഒരു നടി തന്നെയാണ് വിൻസിയും. 2018 മഴവിൽ മനോരമയിലെ നായികാ നായകൻ എന്ന കോമ്പറ്റീഷനിലൂടെയാണ് വിൻസി മലയാളികൾക്ക് പരിചിതമാകുന്നത്. വിൻസി അലോഷ്യസ് എന്ന പേര് അന്ന് പലരും മന്ത്രിച്ചെങ്കിലും പിന്നീട് ആ പേര് ഹൃദയത്തിലേറ്റിയത് വിൻസി സിനിമകളിൽ ശ്രദ്ധേയമായതിൽ പിന്നെയാണ്. തനിക്ക് സിനിമാ സെറ്റിൽ നിന്നുമുണ്ടായ മോശമായ അനുഭവം വിൻസിയെയും ഏറെ അസ്വസ്ഥയാക്കിയിരുന്നു. ഒരു ലഹരി വിരുദ്ധ ക്യാമ്പിൽ പങ്കെടുത്തപ്പോഴാണ് നടി തന്റെ ആ വലിയ ബുദ്ധിമുട്ടുകൾ തുറന്നു പറഞ്ഞത്. തന്റെ മോശമായ അനുഭവത്തെപ്പറ്റി വിൻസി പറയുന്നത് ഇങ്ങനെയാണ്: ഷൂട്ടിങ്ങിനിടയിൽ എന്റെ ഡ്രസ്സിന് ചെറിയ എന്തോ പ്രശ്നം വന്നപ്പോൾ സഹനടൻ ഞാനത് ശരിയാക്കി തരാമെന്നും കൂടെ വരാമെന്നും പറയുന്നത് അത്ര സാധാരണമായ ഒരു പെരുമാറ്റമല്ലായിരുന്നു. ലൈംഗിക ചുവയോടുകൂടെയുള്ള പലതരം സംസാരങ്ങളും അവിടെയുണ്ടായി. അതെല്ലാം എന്നെ ഏറെ അസ്വസ്ഥയാക്കി. സെറ്റിൽ വെച്ച് തന്നെ വെള്ളപ്പൊടി ഇടയ്ക്ക് തുപ്പുന്നുമുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും വിൻസി നടൻ എന്ന വാക്കിൽ ഒതുക്കുകയല്ലാതെ പേര് പറയാനുള്ള ധൈര്യം കാണിച്ചില്ല. ഇത്രയും വലിയ ഒരു കാര്യം എല്ലാവരും മറച്ചുവെക്കുന്ന സിനിമാ ഫീൽഡിലെ നിഗൂഢതകൾ തുറന്നു പറയാൻ കാണിച്ച വിൻസിയുടെ ധൈര്യത്തെ പലരും അഭിനന്ദിച്ചെങ്കിലും ആ നടന്റെ പേര് പറയാത്തത് ജനങ്ങളെ അസ്വസ്ഥമാക്കിയിരുന്നു. എന്നാൽ പിന്നീടാണ് മാധ്യമങ്ങളിൽ ആ പേര് തെളിഞ്ഞത്: ഷൈൻ ടോം ചാക്കോ. താരത്തിന്റെ ഭാവങ്ങളും സംസാര ശൈലിയും കണ്ടപ്പോഴേ ഞങ്ങളിത് ഊഹിച്ചതാണെന്നും പലരും സോഷ്യൽ മീഡിയയിൽ രേഖപ്പെടുത്തി. ഇനി ലഹരി ഉപയോഗിക്കുന്നവരായി അഭിനയിക്കുന്നില്ലെന്നും വിൻസി വെളിപ്പെടുത്തുന്നു. എന്നിരുന്നാലും ഈ കേസ് വളരെ വേഗത്തിൽ തേഞ്ഞുമാഞ്ഞു പോകും എന്നതിൽ സംശയമില്ല. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? കൊള്ളരുതായ്മയ്ക്കും നെറുകേടിനുമുള്ള ഈ സപ്പോർട്ട് സിനിമാ മേഖലയിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ശക്തമായി പ്രതികരിച്ചതുകൊണ്ട് വിൻസിക്ക് മലയാള സിനിമയിൽ തുടരാൻ കഴിഞ്ഞില്ലെങ്കിലും ഷൈൻ എന്ന പേര് മലയാള സിനിമയിൽ വാഴ്ത്തപ്പെടുക തന്നെ ചെയ്യും. ഇത് ഒരു വ്യക്തിപരമായ വിധിയല്ല, പക്ഷേ എല്ലാവർക്കും സുരക്ഷിതവും മാന്യവുമായ ഒരു ജോലിയിടം വേണം എന്നതാണ് വിൻസി പറയുന്നത്. നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു? കമന്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കാരണം സുരക്ഷിതവും മാന്യവുമായ ജോലിയിടങ്ങൾ സൃഷ്ടിക്കുന്നത് നമ്മുടെ എല്ലാം കൂട്ടായ ശ്രമം കൊണ്ടാണ്.